ഹായ് ഓൾ, വെൽക്കം ടു ഡ്യൂ ലൈൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഒരു സിമ്പിളിന്റെ ഫസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രൊഡക്ഷൻ റൂളുകളാണ്. ഈ പ്രൊഡക്ഷൻ റൂളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് എസ് കാണണം, ഫസ്റ്റ് ഓഫ് എൽ കാണണം, ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് കാണണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഓഫ് എസ്. അപ്പം ഫസ്റ്റ് ഓഫ് എസ് ആണ് ഞാൻ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്ത് വരും? ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് കിടക്കുന്നത്? എന്താണ് ഫസ്റ്റ് കിടക്കുന്നത്? ഓപ്പൺ ബ്രാക്കറ്റ് ആണ് അല്ലെ? അതായത് ഫസ്റ്റ് കാണുമ്പോഴത്തേക്കിന് നമ്മൾ എന്താ ഈ ഒരു ഓറിന്റെ അപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളത് എല്ലാം കാണണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ആദ്യത്തെ കേസിൽ ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും വരുന്നത് അല്ലെ? കോമ. ഇനി രണ്ടാമത് വരുന്ന നമ്മുടെ ഫസ്റ്റ് ഓഫ് ഇതിന്റെ ഫസ്റ്റ്, ഈ ബാറിന്റെ അപ്പുറത്തുള്ള ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് എന്താ? ഇതൊരു ടെർമിനൽ ആണ് അല്ലെ? ടെർമിനലിന്റെ ഫസ്റ്റ് അത് തന്നെയല്ലേ? സോ എ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണേണ്ടത് എന്താ? ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് എൽ ഡാഷ്, ഫസ്റ്റ് ഓഫ് എൽ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് എൽ എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് ഓഫ് എൽ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും എന്താണ്? എസ് എൽ ഡാഷ് എന്നാണ്. എൽ ടെൻസ് ടു എസ് എൽ ഡാഷ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് എൽ എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് ഓഫ് എസ് എൽ ഡാഷ് ആണ് വരുന്നത് അല്ലെ? ഫസ്റ്റ് ഓഫ് എസ് എൽ ഡാഷ് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഓഫ് എസ് വരും. സോ ഫസ്റ്റ് ഓഫ് എൽ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്? ഫസ്റ്റ് ഓഫ് എസ് എൽ ഡാഷ്. ഇതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എസ് ആണ് അല്ലെ? ഈ എസ് പക്ഷേ ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പൊ ക്യാപ്സ് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ പ്രൊഡക്ഷൻ എടുക്കണം. അപ്പൊ എസിന്റെ പ്രൊഡക്ഷൻ നോക്കുമ്പോഴത്തേനും എന്താണ് വരുന്നത്? ഇത് തന്നെ. എസിന്റെ പ്രൊഡക്ഷൻ വരുമ്പോൾ ഏതാണ്? ഇത് തന്നെയാണ് വരുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ ഫസ്റ്റ് എന്താണ്? ഈ പറയുന്നത് നമുക്ക് ആദ്യം കിട്ടിയത് തന്നെ സെയിം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലെ? അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് വരും. പിന്നെ എന്താണ് വരുന്നത്? ഓപ്പൺ ബ്രാക്കറ്റ്. ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എയും കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് ഓഫ് എൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സെയിം അല്ലേ നമുക്ക് കിട്ടിയത്? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നതാണ് ഫസ്റ്റ് ഓഫ് എൽ ഡാഷ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് എൽ ഡാഷ്. സോ എൽ ഡാഷിന്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്കറിയാം ഈ രണ്ട് സൈഡിലെ ഫസ്റ്റ് നമ്മൾ കാണണം അല്ലെ? ഈ രണ്ടിന്റെ ഫസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ? കോമയാണ്. ഇപ്പൊ കോമയാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത്. കോമ. സോ കോമ. ഓക്കെ, ഇനി അടുത്ത ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ? എപ്സിലോൺ. എപ്സിലോണിന്റെ ഫസ്റ്റ് എപ്സിലോൺ തന്നെയാണ് അല്ലെ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് എ, ഫസ്റ്റ് ഓഫ് എൽ എന്ന് പറയുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് എ തന്നെ വരും. പിന്നെ ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ കോമയാണ്. കോമയും വരുന്നുണ്ട്, എപ്സിലോണും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. അപ്പം ഇത് അടുത്ത ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ പ്രൊഡക്ഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് കാണുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് എസ് നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തിന്റെയൊക്കെ കാണണ്ടേ? ഫസ്റ്റ് ഓഫ് എസ് നമുക്ക് കാണണം, ഫസ്റ്റ് ഓഫ് എസ് ഡാഷ് കാണണം, ഫസ്റ്റ് ഓഫ് ഇ കാണണം അല്ലെ? അപ്പൊ ആദ്യം ഞാൻ കാണാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് എസ് ആണ്. ഫസ്റ്റ് ഓഫ് എസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുമ്പോഴത്തേനും എന്താ വരുന്നത്? ഫസ്റ്റ് ഓഫ് എസ് എന്ന് വരുമ്പോഴത്തേനും എന്താ? ആദ്യം കിടക്കുന്നത് തന്നെ നോൺ ടെർമിനൽ, ടെർമിനൽ സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ ഐ തന്നെ വരും, ഐ. ഇനി അതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് എന്താണ്? എ ആണ്. അപ്പൊ ഇതാണ് ഐയും എയും ആണ് ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ഓഫ് എസ് ഡാഷ് ആണെങ്കിലോ? ഫസ്റ്റ് ഓഫ് എസ് ഡാഷിന്റെ കേസിൽ എന്തായിരിക്കും വരിക? ഫസ്റ്റ് ഓഫ് എസ് ഡാഷ്. ഓക്കെ, എസ് ഡാഷിന്റെ കേസ് ആണെങ്കിൽ എന്ത് വരും? അവിടെ നോക്കി കഴിഞ്ഞാൽ ആദ്യം കിടക്കുന്നത് തന്നെ എന്താണ്? നമ്മുടെ ടെർമിനൽ ആണ് അല്ലെ? ടെർമിനൽ സിമ്പിൾ ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കിന് ഇ തന്നെ വരും, ഇ വരും, പിന്നെ എപ്സിലോണും വരും. ഇയും എപ്സിലോണും ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ഓഫ് ഇ. ഫസ്റ്റ് ഓഫ് ഇ. ഇയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ വരുന്നത്? ഇയുടെ ഫസ്റ്റ് നമുക്കിവിടെ കാണാം, ഇ ടെൻസ് ടു ബി എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി തന്നെ ആയിരിക്കും. അതായത് അതും ഒരു ടെർമിനൽ സിമ്പിൾ തന്നെയല്ലേ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് ഐയും എയും കിട്ടും. ഫസ്റ്റ് ഓഫ് എസ് ഡാഷ് എന്ന് പറയുന്നത് ഇയും എപ്സിലോണും ആണ്. ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുന്നത് നമുക്ക് ബി ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എക്സാമ്പിൾസ്. സോ ഈ എക്സാമ്പിൾ വെച്ചിട്ട് ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു കേസിൽ ഇവിടെ നോക്കിയാൽ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂളുകൾ. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് ഓഫ്, അപ്പൊ എന്തൊക്കെ കാണണ്ടേ? ഫസ്റ്റ് ഓഫ് എസ് കാണണം, ഫസ്റ്റ് ഓഫ് ടി കാണണം, ഫസ്റ്റ് ഓഫ് ടി ഡാഷ് കാണണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇത് പറയാൻ പറ്റും. ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പം എ വരും, സ്മോൾ ലെറ്റർ എ വരും, പിന്നെ ആ ഒരു ആരോ സിമ്പിൾ ഉണ്ടോ? ആരോ സിമ്പിൾ വരും, പിന്നെ എന്താ വരുന്നത്? ഓപ്പൺ ബ്രാക്കറ്റ് വരും അല്ലെ?
ഇതാണ് ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ഓഫ് ടി ആണെങ്കിലോ, ഫസ്റ്റ് ഓഫ് ടി ആണെങ്കിൽ എന്താ വരിക? എസ് ടി ഡാഷ് ആണ് അല്ലെ? ഫസ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് എസ് ടി ഡാഷ് വരും. ഫസ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് എസ് ടി ഡാഷ് ആണ്. ഇനി ഫസ്റ്റ് ഓഫ് എസ് ടി ഡാഷ് എന്ന് പറഞ്ഞ എസ് ആണല്ലേ, പക്ഷെ എസ് എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ ലെറ്റർ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എസിന്റെ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ പോകണം. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയ സംഭവം ഉണ്ട്, അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സോ എ വരും, പിന്നെ അതാ ഒരു ആരോ സിമ്പിൾ വരും, പിന്നെ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ബ്രാക്കറ്റ് വരും. സോ ഫസ്റ്റ് ഓഫ് ടിയും അത് തന്നെയാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഫ് ടി ഡാഷ് ആണെങ്കിലോ, സോ ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുക? നമുക്ക് കോമയുണ്ട് അല്ലെ? കോമയുണ്ട്, കോമ പിന്നെ കിട്ടുന്നതാണ് എന്ത്? എപ്സലോൺ. ഓക്കെ, കോമ എപ്സലോൺ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓഫ് ടി ഡാഷ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എയും ആരോ സിമ്പിളും പിന്നെ സിയും. ഫസ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നത് എയും ആരോ സിമ്പിളും സി തന്നെയാണ്. സി അല്ല, ഓപ്പൺ ബ്രാക്കറ്റ്, അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ടി ഡാഷ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോമയും എപ്സലോണും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫസ്റ്റ് കാണുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ഫോളോ. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കും. താങ്ക് യു.